ഇന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ഇന്നത്തെ ഡോളറിന്റെ റേറ്റ് എന്താണ്? ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് തകർന്നിരിക്കുന്നു. 90 വരെ എത്താൻ പോവുകയാണ് ഡോളറിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫലം എന്താണ് നിങ്ങൾക്കറിയാം. ഈ കീഴ്മാടുള്ള കുറച്ച് പ്രവാസികൾക്ക് സന്തോഷം ഉണ്ടാകും, റിയാലിന്റെ വില കൂടുകയാണ്. പക്ഷെ എത്ര കാലം ഗുണം ഉണ്ടാവും? ആത്യന്തികമായി നഷ്ടമുണ്ടാകുന്നത് ഈ രാജ്യത്തല്ലേ. നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ വിനിമയം എല്ലാം ഇവിടെയല്ലേ നടക്കുന്നത്. രാജ്യത്തിന്റെ സംഖ്യ, നമ്മുടെ റുപ്പിയയുടെ മൂല്യം അതിശക്തമാം വിധത്തിൽ ഇടിയുകയാണ്. GDP 7.5 എത്തിയിരിക്കുന്നു. സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് നിലവിൽ നമ്മളുടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഒരു തൊഴിൽ കൊടുക്കാവുന്ന ആരോഗ്യമുള്ള GDP അല്ല ഇന്ത്യയുടെ GDPയുടെ വളർച്ചയെന്ന് കൃത്യമായി പറയുന്നു. തകരുന്നത് ആരാണ്? തകരുന്നത് മുതലാളിമാരല്ല, പാവപ്പെട്ടവൻ തന്നെയാണ്. എന്നാൽ തകരുന്നത് മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിയാണ്, ഇടത്തട്ടുകാരായ ആളുകൾ. സാമ്പത്തികമായി അത്രയൊന്നും മോശമല്ലാതെ അവനവന്റെ കുടുംബമൊക്കെ പോറ്റിട്ട് ജീവിക്കാം, ആർഭാടൊന്നുമില്ല. വീട്ടിലൊരു വണ്ടി ഉണ്ടാവും, കൊള്ളാവുന്ന ഒരു വീടുണ്ടാവും. അത്ര ഒരു മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തോളമായി തകരുന്നത് അവന്റെ നട്ടെല്ലാണ്. ഈ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി ഇത്തിരിയെങ്കിലും മാന്യമായി ജീവിക്കുന്ന ഇടം കേരളം മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അവരെ അതിന് പ്രാപ്തമാക്കുന്ന പ്രവാസ ജീവിതം കേരളത്തിലുണ്ട്. ഇടത്തട്ടുകാരായ ആളുകൾക്ക് ജീവിക്കാനാവാത്തവണ്ണം അവർ തകർന്നുകൊണ്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും. തൊട്ടടുത്ത ബംഗ്ലാദേശ് അവർ ഉയർന്ന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ തൊട്ടടുത്ത രാജ്യമാണ് ചൈന. ഈ നരേന്ദ്രമോദി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ കൂടി ആലോചിക്കണം. ചൈന എന്ന് കേൾക്കുമ്പോൾ അവർ തരളിതമാകും, അവർക്ക് വലിയ സന്തോഷമാണ്. കമ്മ്യൂണിസ്റ്റ് ചൈന എന്നാണ്. എന്ന സഖാക്കളെ, നിങ്ങൾ ചൈന എന്നെങ്കിലും പഠിക്ക് ദയവ് ചെയ്ത്. ആ രാജ്യം എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് എന്ന്, ആ രാജ്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്ന്. ഒരു കമ്മ്യൂണിസത്തിന്റെ എന്ത് തരം കുഴപ്പങ്ങൾ അവിടെ ഉണ്ടായാലും ആ രാജ്യത്തിന് സാമ്പത്തിക ശക്തിയുണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ലോകത്ത് നിൽക്കാൻ കഴിയുന്ന മികച്ച സാമ്പത്തിക ഭദ്രതയുണ്ട്. അതെന്തുകൊണ്ടാണ്? അത്തരത്തിൽ ലോകത്ത് വന്ന എല്ലാ പുരോഗതിയെയും അവര് സ്വീകരിച്ചവരാണ്. നിങ്ങളെ പോലത്തെ മൂരാച്ചികളല്ല. ചൈനയെ സ്വപ്നം കണ്ട് കേരളത്തിൽ കഴിയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകളെ പോലെയുള്ള വരട്ടുപാതികളല്ല. മറിച്ചോ എല്ലാത്തിനെയും, കമ്പ്യൂട്ടർ ആവട്ടെ, ലോകത്ത് വന്ന കൃഷിയിടങ്ങളിൽ വന്ന ട്രാക്ടറുകളാവട്ടെ, എല്ലാ പുരോഗതിയുടെ പിറകിലും ചൈന ആ രാജ്യത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഇപ്പോ ഏറ്റവും റീസെന്റ് ആയി നിങ്ങൾക്കറിയാലോ, ഗോവിന്ദ മാഷൊക്കെ ഇടപെട്ടിട്ടുള്ള AI ബന്ധപ്പെട്ട വിവാദം. ആ വിവാദത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡീപ് സീക്ക് കമ്പനി, അങ്ങനെ ഒരു കമ്പനി ചൈന ഉണ്ടാക്കി. ആ ചൈനയുടെ ഈ കമ്പനി AI വിറപ്പിച്ചു കളഞ്ഞു. അമേരിക്കയുടെ ഓപ്പൺ AI എന്ന് പറയുന്ന വലിയ സംവിധാനം, സാം ആൽട്ട്മാൻ CEO ആയിട്ടുള്ള വലിയ സംവിധാനം, അതുപോലെ തന്നെ ഇലോൺ മസ്കിന്റെ കമ്പനി, എല്ലാവരും ഭയന്ന് വിറച്ചുപോയി. കഴിഞ്ഞ ആഴ്ചയിൽ നഷ്ടം ചെറുതല്ല, പറഞ്ഞു തീർക്കാനാവില്ല. $1 ട്രില്യൺ നഷ്ടം അമേരിക്കക്കുണ്ടായി. എന്താണ് കാരണം? ചെറിയ ചെലവിൽ ഡീപ് സീക്ക് ലോഞ്ച് ചെയ്തു. ഇതിലൊരു പാഠമുണ്ട്. അതിനെ സ്വീകരിക്കാൻ അത് ചൈന വന്നു എന്ന് കേട്ടപ്പോൾ ഇറങ്ങി പുറപ്പെട്ടു വന്ന ഗോവിന്ദന്മാരോടക്കം ഞാൻ ചോദിക്കട്ടെ, എന്ത് തരത്തിലാണ് ഈ മാറ്റമെന്ന് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുമോ? 2023 ഡീപ് സീക്ക് കമ്പനി തുടങ്ങുന്നത്, 2023. എന്നിട്ടോ 2024 ഒടുക്കമാകുമ്പോഴേക്കും ഡീപ് സീക്ക് കമ്പനി എക്സ്റ്റാബ്ലിഷ് ചെയ്തു, ലോകത്ത് എക്സ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ പിറകില് പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിറകിൽ പ്രവർത്തിച്ചവരാരെന്നറിയുമോ? ചൈനയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച കുട്ടികൾ. ചൈന ആ കുട്ടികളെ പഠിപ്പിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചൈന മുടക്കുന്നു. ഈ രാജ്യമോ, നരേന്ദ്രമോദിയോ, മനുഷ്യന്റെ മൂത്രത്തില് അത് കുടിച്ചാൽ ആരോഗ്യം ഉണ്ടാവുമെന്ന് പരീക്ഷിക്കുന്ന കുറെ അന്തംഗമികളെ വെച്ചിട്ട് യൂണിവേഴ്സിറ്റികളെ പോലും മലിമതപ്പെടുത്തുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറാൻ. ഏതു കാലത്ത് JNU വന്നത്? ഏതു കാലത്ത് ജാമിയ മില്ലിയ വന്നത്? IIM NIT ഉണ്ടായത്? ഓർത്തു നോക്കൂ നിങ്ങൾ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദീർഘവീക്ഷണത്തോടെ വിദ്യാഭ്യാസ രംഗത്ത് മുതൽ മുടക്കിയ രാജ്യം. ആ രാജ്യത്തിന്റെ പുരോഗതിയെ മുഴുവൻ ഈ കഴിഞ്ഞ ഒരു 5-10 കൊല്ലത്തിനിടയിൽ മൻമോഹൻ സിംഗിന് ശേഷം തകർത്തെറിഞ്ഞു കളഞ്ഞു. പൂർണ്ണാർത്ഥത്തിൽ രാജ്യത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയി. JNUവിനെ തകർത്ത് കളഞ്ഞു, ജാമിയ മില്ലിയെ തകർത്ത് കളഞ്ഞു.
ഇന്ത്യയിലെ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അതിന്റെ റേറ്റിംഗില് ഒരുപാട് പിറകിലേക്ക് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചൈന ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെയല്ല, മറിച്ച് അവർ അമേരിക്കയെ പോലും വെല്ലാവുന്ന സാമ്പത്തിക ഭദ്രതയിലേക്ക് ആ രാജ്യത്തിന് ഉയരാൻ കഴിയുന്നു എന്നതാണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത. ഞാൻ ഈ AI വന്നതിന്റെ ഒരു അപകടം നമുക്കൊക്കെ അറിയാം. ഇപ്പൊ പുതിയ ചില വാർത്തകൾ, ഗസയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയുണ്ട്. ഗസയിലെ പത്രപ്രവർത്തകൻ തന്നെ പറഞ്ഞ ഒരു വാർത്തയുണ്ട്. പാലന്റിയർ എന്ന് പറയുന്ന ഒരു AI ആയുധ കച്ചവട കമ്പനിയാണ്, AI കമ്പനിയാണ്. ഈ പറയുന്ന പാലന്റിയർ ചെയ്യുന്ന പണി എന്താ അറിയോങ്ങള്? അവർ അമേരിക്കയിലിരുന്ന് ഗസയിലെ ഒരു മനുഷ്യനെ കമ്പ്യൂട്ടറിൽ ഫോക്കസ് ചെയ്യും. അവന്റെ ഭാവഹാദികൾ, അവന്റെ മുഖം, അവന്റെ ഇടപെടൽ അവനെ നിരീക്ഷിക്കും. അങ്ങനെ നിരീക്ഷിച്ച് അവൻ പിന്നീട് ഭാവിയിൽ ഹമാസിന്റെ പ്രവർത്തകനാവാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കും. എന്നിട്ട് ഈ AI മനുഷ്യനല്ല, നിങ്ങൾ ആലോചിക്കണം, മനുഷ്യനല്ല, AI ഏൽപ്പിക്കുകയാണ് ഈ പറയുന്ന സായുധ കമ്പനി, AI സായുധ കമ്പനി. എന്നിട്ട് പാലന്റിയർ എന്ന് പറയുന്ന ഈ കമ്പനി ആളെ പരിശോധിക്കും. എന്നിട്ട് അവിടെ നിന്ന് നിശ്ചയിക്കും അവനെ കൊല്ലാൻ. ഒരുപക്ഷെ ഇസ്രയേലിലെ ആയുധമെടുത്തു നിൽക്കുന്ന മിലിറ്ററിക്ക്, അവരുടെ പട്ടാളത്തിന് പോലും അറിയാത്ത വണ്ണം അവന്റെ ആയുധം ഇവനെ കൊന്നുകളയും. അത്തരത്തിൽ ടാർഗറ്റ് ചെയ്ത കൊലപാതകങ്ങൾ, ടാർഗറ്റ് കില്ലിംഗ് ഒരുപാട് നടന്നു എന്ന വാർത്ത പറയുന്നത് ഫലസ്തീനിൽ തന്നെ അവിടെയുള്ള ഒരു പത്രപ്രവർത്തകനാണ്. ഗോവിന്ദ മാഷ് തൊഴിലില്ലായ്മയുടെ AI കുറിച്ച് പറയുന്നത്. ഞാൻ പറയുന്നത് ബഹുമാന്യനായ CPM-ന്റെ സെക്രട്ടറി ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഗൗരവത്തോടെ കാണേണ്ട ഒരുപാട് വിഷയങ്ങൾ AI-യിലുണ്ട്. അത് ചെറിയ പ്രശ്നമല്ല. ഈ കഴിഞ്ഞ ആഴ്ചയില് പാരീസിൽ ഒരു യോഗം ചേർന്നു, ലോകരാഷ്ട്രങ്ങൾ. എന്തായിരുന്നു ആ യോഗത്തിന്റെ അജണ്ട എന്നറിയുമോ? റെസ്പോൺസിബിൾ AI എന്നാണ്. AI-യുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ഒരു കരാറോടുകൂടിയാണ് ആ യോഗം അവസാനിക്കുന്നത്. ഇന്ത്യ ഒപ്പുവെച്ചു, ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഒപ്പുവെച്ചു. എന്നാൽ US-ഉം ബ്രിട്ടനും ആ കരാറിൽ ഒപ്പുവെച്ചില്ല. റെസ്പോൺസിബിൾ AI എന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നില്ല. ഇത് ചെറിയ വിഷയമാണോ? എന്തെന്നാൽ ലോകത്തിൽ ഈ AI-യുടെ ഈ വല്ലാതെ അതിപ്രസരം ഉണ്ടാകുമ്പോ മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്ത് ഇത് അപകടമുണ്ടാക്കുമെന്ന ബോധ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു യോഗം ചേർന്നതെങ്കിൽ ആ യോഗത്തിൽ അമേരിക്ക ഒപ്പുവെച്ചില്ല. എന്ന് മാത്രമല്ല, ഡീപ് സീക്ക് വരുമ്പോ ഇപ്പോ ലോകരാഷ്ട്രങ്ങളിൽ ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ ഡീപ് സീക്ക് നിരോധിച്ചിരിക്കുന്നു. കാര്യമെന്ത്? ഡീപ് സീക്ക് ഡാറ്റകൾ ചോർത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഗവൺമെന്റ് നേരത്തെ ഗോവിന്ദ മാഷ് വലിയ അബദ്ധങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയുണ്ടായി. ഏകദേശം ഒരു യാഥാർത്ഥ്യബോധത്തിനടുത്തേക്ക് MV ഗോവിന്ദന് വരാൻ കഴിഞ്ഞു. അത് സന്തോഷമുള്ള കാര്യമാണ്. അല്ലാതെ അദ്ദേഹം പറഞ്ഞ അബദ്ധത്തെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ MV ഗോവിന്ദൻ, നിങ്ങളൊന്ന് മുഖ്യമന്ത്രിയോട് പറയണം, ഈ ബജറ്റിൽ AI-ക്ക് വേണ്ടി ബാക്കി വെച്ച പൈസ എത്രയാണെന്ന് നിങ്ങള്? 10 കോടിയാണ്. ലോകത്തിലെ AI-ക്ക് ഓരോ രാജ്യങ്ങളും സ്റ്റേറ്റുകളും മുടക്കുന്നത് എത്രയാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരു കോൺഫറൻസ് നടത്തി രക്ഷപ്പെടാനല്ലേ ഈ 10 കോടി കൊണ്ട് സാധിക്കൂ? AI പോലെയുള്ള അത്യന്താധുനികമായ ഒരു ടെക്നോളജി ലോകത്ത് വ്യാപിക്കുമ്പോ, ലോകത്ത് മുഴുവൻ അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോ, അതിന്റെ മൊറാലിറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ടാകുമ്പോ, നമ്മുടെ നാട് കേരളം വിദ്യാസമ്പന്നമായി ആനയാണ് ചേനയാണെന്നൊക്കെ നമ്മൾ പറയുന്ന ഈ പ്രബുദ്ധ കേരളം ഇത്തവണ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത് 10 കോടിയാണ്. ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയല്ലാതെ ഈ മേഖലയിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ തീരുമാനിച്ചില്ല എന്നതിന്റെ തെളിവാണത്. നവാസന്റെ പറയലുണ്ട്, ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോ കൊണ്ടുവരാൻ ശ്രമിച്ച ഈ ഡീപ് സീക്ക് വിഷയം മാത്രമല്ല, AI വിഷയം മാത്രമല്ല, നിങ്ങളിപ്പോ സ്വാശ്രയ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമം MSF വളരെ കൃത്യമായി അപ്പോഴായാലും ഇപ്പോഴായാലും ഇതിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചർച്ചകൾ നടക്കണം, വിദ്യാർത്ഥികളുമായി നടക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അന്നും അതാ പറഞ്ഞത്, അതിനുള്ള ചില അപാകതകൾ മാറ്റണം, പരിഹരിക്കണം. അതുകൊണ്ട് ഇടതുപക്ഷം കൊണ്ടുവന്നു എന്നതുകൊണ്ട് ഇവിടുത്തെ വിവരമില്ലാത്ത അക്രമകാരികളായ SFI-ക്കാരെ പോലെ തെരുവിലിറങ്ങില്ല എന്നവർ തീരുമാനിച്ചു. സ്വാഗതാർഹമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഉമ്മൻചാണ്ടിയും അബ്ദുൾ റബ്ബും വിദ്യാഭ്യാസ വിചക്ഷണരുമായി
വലിയ ചർച്ചകൾ നടത്തി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് ആ നിയമസഭക്കകത്തുണ്ട്. എനിക്കറിയാം, MSFനെ വിളിക്കുന്നു, SFIയെ വിളിക്കുന്നു, KSUവിനെ വിളിക്കുന്നു, സകലരെയും വിളിക്കുന്നു. അവരോട് എന്താണ് ക്യാമ്പസുകളിൽ ഇതിനോടുള്ള പ്രതികരണം എന്ന് അന്വേഷിക്കുന്നു. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ വിചക്ഷണരുമായി ആലോചനകൾ നടത്തുന്നു, വലിയ ചർച്ചകൾ ഉണ്ടാക്കുന്നു. ആ ചർച്ചകൾ തീരുമാനിച്ചതിന്റെ ഫലമായി അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചത് എന്താണെന്നറിയോ? ഫീസ് നിശ്ചയിക്കാൻ യൂണിവേഴ്സിറ്റി മാത്രം തീരുമാനിച്ചാൽ പോരാ. നിങ്ങളിത് ഈ വിഷയം ചെറുതായി കാണരുത്. മക്കളെ പഠിപ്പിക്കാൻ എത്രമാത്രം ചെലവുണ്ട് നിങ്ങൾക്കെന്ന് നന്നായിട്ട് ഓരോരുത്തർക്കും അറിയാം. വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വന്ന് ഇവിടെ ലോഞ്ച് ചെയ്താൽ അവർ തീരുമാനിക്കുന്ന പണം അവർക്ക് വാങ്ങിക്കൂടെ? അങ്ങനെയെങ്കിൽ പിന്നെ ഗവൺമെന്റ് എന്തിനാണ്? രാജ്യത്തെ സിസ്റ്റം എന്തിനാണ്? അതുകൊണ്ട് അന്ന് അക്ബർ പറഞ്ഞത്, ഫീസ് നിശ്ചയിക്കാൻ നിങ്ങൾക്ക് മാത്രം അധികാരമില്ല. നിങ്ങളുടെ ബോഡിയിൽ ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി ഉണ്ടാവും. അവരുമായി ചർച്ച ചെയ്ത് മാത്രമേ അതിന്റെ ഫീസ് നിശ്ചയിക്കാൻ പറ്റൂ. സർക്കാരിന്റെ മെമ്പർ ഉണ്ടാവണം. മറ്റൊന്ന്, ഈ യൂണിവേഴ്സിറ്റികളിൽ സംവരണം ഉണ്ടാവണം. അടിസ്ഥാനപരമായി കൊടുക്കേണ്ട സംവരണം ഉണ്ടാവണം. മറ്റൊന്ന്, ഈ യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പ് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത് സ്കോളർഷിപ്പ് മാത്രമല്ല, നിങ്ങൾ അറിയുമോ അന്നെടുത്ത തീരുമാനം എത്രമാത്രം ബലവത്തായിരുന്നു എന്ന്? ലാഭത്തിന്റെ വിഹിതം. ഇപ്പോ അസീം പ്രേംജിയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്, അതുപോലുള്ള വലിയ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ. എന്നാൽ കേരളം എന്ന് പറഞ്ഞത് ഈ സ്വകാര്യ മേഖലയിൽ വരുന്ന സർവകലാശാലകൾ പണം കൊയ്തു കൊണ്ടുപോകാൻ പറ്റില്ല. പണം പുറത്തേക്ക് കൊണ്ടുപോകരുത്, ഇവിടെ വിനിയോഗിക്കണം. എന്തൊരു ദീർഘവീക്ഷണമാണ്. നമ്മുടെ മക്കള് ഫീസ് കൊടുത്ത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക, അവൻ ഈ പൈസയും കൊണ്ട് വേറെ സ്ഥലത്ത് പോവുക. നമ്മളെ മക്കള് നാളെ ഒരു ജോലി കിട്ടാൻ അവരുടെ പിന്നാലെ പോകേണ്ടി വരും. എന്നാൽ അവന്റെ പഠനം കഴിഞ്ഞു വരുമ്പോഴേക്കും ഈ നാട്ടിൽ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ വിഹിതം ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടണം. ഞാൻ ഈ സൈബർ ഇടങ്ങളിൽ തെറി വിളിക്കാൻ വേണ്ടി CPM നിയോഗിച്ചിട്ടുള്ള കുറെ സൈബർ ഗുണ്ടകളില്ലേ, അവരോട് ഞാൻ ചോദിക്കുന്നത്, ഒരു സാമാന്യ ബോധമുണ്ടെങ്കിൽ ഈ സൈബർ അന്തങ്ങളൊന്ന് ആലോചിക്കും. വെറുതെ പത്രത്തിന്റെ വാർത്ത വരുമ്പോൾ അതിന്റെ അടിയിൽ കയറിയിട്ട് തെറി വിളിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവര് ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ അബ്ദുറബിനെ കളിയാക്കിക്കോ, ആക്ഷേപിച്ചോ, പക്ഷേ ഉമ്മൻചാണ്ടിയും അബ്ദുറബും എടുത്ത ഒരു തീരുമാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നവാസ് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കില്ല. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു. ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ പ്രക്രിയക്ക് സമുദായത്തിനകത്ത് മാത്രമല്ല, ഈ കേരളക്കരയിൽ അതിന്റെ അടിത്തറ പാകുമ്പോ CHന്റെ ചിന്തയും CHന്റെ അധ്വാനവും CHന്റെ വിയർപ്പുമുണ്ട്. അത് ലീഗിന്റെ ഫലാണ്. CH അമേരിക്ക പോയിട്ട് വരുമ്പോ MIT കണ്ടു. അവിടെ MIT കണ്ടു. വന്നിട്ട് പറഞ്ഞു, എനിക്ക് MIT പോലെ ഈ നാട്ടിലൊരു യൂണിവേഴ്സിറ്റി വേണം. കുസാറ്റ് എങ്ങനെയാ വന്നത് അറിയില്ല നിങ്ങൾക്ക്. കുസാറ്റ് മാത്രമാണോ? അതൊരു സ്വപ്നമാണ്. അല്ലാതെ അമേരിക്ക പോയിട്ട് അവിടെ ഒരു കസേര, ഇരുമ്പിന്റെ കസേര ഇട്ട് കുത്തുന്നിട്ട് അവിടെ എത്ര പൈസ അടിച്ചു മാറ്റാൻ നോക്കുന്ന ഇവിടെ കമ്പനി ഉണ്ടാക്കുന്ന പണിയല്ല CH ചെയ്തത്. അവിടെ പോയി MIT കണ്ട് അതുപോലെ ഒരു സ്ഥാപനം ഇവിടെ വേണമെന്ന് തീരുമാനിച്ച് ഇവിടെ കുസാറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ഈ CH മുഹമ്മദ് കോയ സാഹിബാണ്. സഖാക്കളെ, മനസ്താപം എന്ന ഒന്നുണ്ടെങ്കിൽ ഈ കോഴിക്കോട്ട് ഒരു പ്രധാനമുണ്ട്, കണ്ണ് നഷ്ടപ്പെട്ടു പോയ പ്രധാനൻ. CPM മണമുണ്ട്. ആ മനുഷ്യൻ RMPയിലേക്ക് പോയി. പിന്നെ ആ പ്രതാപൻ ഇപ്പോഴും ഉണ്ട്. ചോദിച്ചു നോക്ക്. ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കണ്ണുപോയവനാണ്. കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ തീരുന്നില്ല. നിങ്ങൾ പാടി പുകത്തുന്ന പുഷ്പനില്ലേ, പുഷ്പനെ അറിയാമോ? ആ പാട്ടിന് ലീഗ് ഓഫീസിന്റെ ഇങ്ങോട്ട് വെക്കരുത്. സ്വന്തം പാർട്ടി ഓഫീസിൽ നേതാക്കളുടെ ചെവിയിൽ കൊണ്ടുപോയി മൂളിക്കൊടുക്ക്. പുഷ്പനെ അറിയാമോ? ബിന്ദുവിനോട് ചോദിക്ക്, പുഷ്പനെ അറിയാമോ? ബിന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്ക്, പുഷ്പനെ അറിയാമോ? ഞങ്ങൾക്കറിയാം. എന്തിനാ പാവം അങ്ങനെ ഒരു വെടിയുണ്ടായിട്ടത്? എന്തിനാ പാവങ്ങൾ കൂത്തുപറമ്പിൽ മരിച്ചു വീണത്? എന്തിനാ പ്രധാനന്റെ കണ്ണുപോയത്? അതൊക്കെ പോട്ടടോ. ആ സ്നേക്ക് പാർക്കിലെ പാമ്പിനെയും കൊരകനെയും കത്തിച്ചില്ലേ നിങ്ങൾ? ഈ പാമ്പൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും സഖാബേ? നിങ്ങൾ എന്തിന്റെ പേരിലാണ് അത് ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? അന്ന് TP ശ്രീനിവാസന് ആഗോള വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാൻ വരുമ്പോ അടിച്ചു നിലത്തിട്ടു. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഇന്നലെ ആരോ റിപ്പോർട്ട് ചെയ്തു. എന്താ മുഖ്യമന്ത്രി പറയണെന്നറിയോ? TP ശ്രീനിവാസൻ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനല്ല. അയാൾ എന്തിനാ അവിടെ പോയത്?
ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി, നിങ്ങൾ മനസ്സിലാക്കണം, അധികാരം കിട്ടാൻ വേണ്ടി വാലിന് തീയും തലക്ക് ഭ്രാന്തും പിടിച്ചു നടന്ന ഒരു മനുഷ്യൻ അന്ന് ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളുടെ ഫലമാണ് ഇന്ന് ഈ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസ മന്ത്രി ഇന്നലത്തെ എന്താ ഒരു ഒടുക്കത്തെ സാഹിത്യമാണ് ഇന്നലെ പറയുക പത്രക്കാർ വെച്ചപ്പോ. മൂർത്തമായ സമയത്ത് മൂർത്തമായ തീരുമാനമാണ്. ഈ ജാതി കുറെ വർത്താനം ഉണ്ടാവും ചോദിക്കണേന്. അവസാനം മറ്റേ സന്ദേശം തന്നെ സിനിമ ചോദിക്കുന്നുണ്ടല്ലോ, അല്ല തോറ്റത് എങ്ങനെയെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ അന്തർധാരയും ഈ മനുഷ്യന് മനസ്സിലാത്ത വർത്താനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മന്ത്രി പറയാണ് മൂർത്തമായ. എടോ 2 ബാച്ചുകൾ പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞു. 10 ബാച്ചുകളുടെ ഇൻടെക്കിന്റെ സമയം കഴിഞ്ഞു. എത്രയാണ് ആളുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. പാർട്ടി സമ്മേളനം കഴിയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പാർട്ടി സമ്മേളനത്തിൽ ഞാൻ സഖാക്കളോട് ചോദിക്കുന്നു, ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ, 8.5 കൊല്ലായില്ലേ ഭരിക്കണത്? 8.5 കൊല്ലായില്ലേ? എന്താ ഉണ്ടാക്കിയത്? എന്താ നിങ്ങൾ ചെയ്തത്? നാട്ടിലെ ആളുകൾക്ക് സാധനങ്ങളുടെ വില കുറഞ്ഞോ? കറണ്ടിന്റെ ചാർജ് കുറഞ്ഞോ? വീടിന്റെ നികുതി കുറഞ്ഞോ? ഏതെങ്കിലും ഒന്ന് കുറഞ്ഞതുണ്ടോ മനുഷ്യന്റെ വില അല്ലാതെ? ഏതെങ്കിലും ഒരു സാധനം എന്തെങ്കിലും? നിങ്ങളുടെ പാർട്ടി സമ്മേളനം 8.5 കൊല്ലമായില്ലേ ഭരിക്കുന്നത്? നിങ്ങൾ പറയണ്ടേ ഇന്ന കാര്യങ്ങളിൽ ഇന്ന കാര്യം ചെയ്തു? നിങ്ങൾ സഖാക്കളെ ചോദിക്കണ്ടേ? ഞങ്ങൾക്ക് പാർട്ടി നിങ്ങളെ പാർട്ടിക്ക് കയറി ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ ചോദിക്ക്. എത്ര വലിയ അഴിമതികൾ വന്നു, എവിടെ എത്തി കേസ്? ആ കേസുകളുടെ സ്ഥിതി എന്താണ്? എന്താ ചോദിക്കാത്തത്? എവിടെ പോയി കെ ഫോണ്? എവിടെ പോയി കെ റെയില്? എവിടെ പോയി കെ ബസ്? എവിടെ പോയി കെ ക്യാമറ? നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ഈ ബജറ്റിൽ ഇതാ കെ ഹോം വന്നിരിക്കുന്നു, അടുത്തും കൂടി വന്നിരിക്കുന്നു. ഈ വന്ന കേരളൊക്കെ എവിടെ പോയി ചങ്ങായി? അതൊക്കെ എന്താ ഇപ്പോഴത്തെ അതിന്റെ സ്ഥിതി? ആ ക്യാമറെങ്കിലും റോട്ടുമേലുണ്ടോ? നിങ്ങൾ ചോദിക്കണ്ടേ? ഒരു ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി കള്ളനും 21 മന്ത്രിമാരും കൂടെ യാത്ര ചെയ്തൊരു ബസ്സില്ലായിരുന്നു. ആ യാത്രയുടെ റിസൾട്ട് എന്താണ്? ഈ കുന്നമംഗലത്തും വന്നില്ലേ, കോഴിക്കോട് സൗത്തിലും വന്നില്ലേ, നോർത്തിലും വന്നില്ലേ, 140 മണ്ഡലങ്ങളിൽ വന്നില്ലേ? ആ ബസ്സിന്റെ സ്ഥിതി. അപ്പൊ AK ബാലൻ പറയാണ് ഇതാണ് UDF വിവരമില്ലാത്തത്. ആ ബസ് ഇപ്പോൾ ബാംഗ്ലൂർ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നിങ്ങൾ യാത്ര ചെയ്ത് ഇതാണോ കോർ പോയിന്റ് എന്ന് പറയുന്നത്? ആ ബസ് ഓടാത്തതും ആ ബസ് യാത്ര ചെയ്യാത്തതും. ഞങ്ങൾ ആ ബസ്സിനെ കുറിച്ച് പറഞ്ഞത് അതിൽ നിങ്ങൾ കക്കൂസ് ഉണ്ടാക്കി, ഒന്ന് മൂത്രമൊഴിക്കാൻ വണ്ടി നിർത്താൻ പറ്റാത്ത ഈ ചരക്കുകളെയും കൊണ്ട് എന്തിനാണ് ഇത്ര ധൃതിയിൽ കേരളം മുഴുവൻ യാത്ര ചെയ്തതെന്ന് ഞങ്ങൾ ചോദിച്ചത്. അതിന് ഈ ബസ് ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്നു എന്നതാണോ മറുപടി? കേരളത്തിന്റെ മുക്ക് മുഴുവൻ നിങ്ങൾക്ക് അപേക്ഷ തന്നിട്ടില്ലേ? എത്ര അപേക്ഷകൾ പരിഹരിച്ചു? എത്ര പ്രശ്നങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്തു? എന്നിട്ട് നിങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന ശ്രമങ്ങൾ എന്താ നടത്തിയത്? ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ പ്രതിപക്ഷത്താണെങ്കിൽ നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിലെ മുഖ്യ പ്രസംഗം എന്താണ്? നിങ്ങൾ ഭരിക്കുന്നവൻ ചെയ്ത തോന്നിവാസമാണ് ആണല്ലോ. എങ്കിൽ ഭരണപക്ഷത്താണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഭരിക്കുമ്പോൾ ചെയ്ത നന്മകളാണ് പറയേണ്ടത്. അതിന് പകരം ഇവിടുത്തെ വർഗീയത ഉണ്ടാക്കുക, മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിക്കുക. വർഗീയ രാഘവൻ ഒരു ഭാഗത്ത്, ടി മോഹനൻ എന്താ ഇവിടുത്തെ മോഹനൻ വേറൊരു ഭാഗത്ത്, അപ്പുറത്ത് ഇപ്പുറത്ത് പിണറായി വിജയൻ, എല്ലാവരും കൂടെ നിന്നിട്ട് എന്നിട്ട് പഠിപ്പിക്കണം എന്താ ഞങ്ങള്? ഭീകര ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടരുത്. എവിടെ? ഈ പഞ്ചായത്തിൽ അറിയാലോ ആരുമായിട്ടാ കൂട്ടുകൂടിയത്, ആരൊക്കെ കൂടെ നിന്നിട്ടാണ് ഒരു പഞ്ചായത്തിലെ വാർഡ് പിടിക്കാൻ വേണ്ടി ഉളുപ്പില്ലാത്ത പണി എടുത്തത് എന്ന് ഈ പഞ്ചായത്തിൽ വന്നിട്ട് പറയാൻ കഴിയുമോ? ഇവിടെ അറിയാലോ. നിങ്ങൾ RSS ആയിട്ട് കൂട്ടുകൂടിയില്ലേ ഈ പഞ്ചായത്തിൽ? ഇവിടെ ഈ ഞാൻ ഈ സംസാരിക്കുന്നിടത്ത് അതിന് മടിയില്ലല്ലോ. ഇപ്പോഴും ശ്രമിക്കുന്നത് വർഗീയത ഉണ്ടാക്കാനല്ലേ, ആളുകളെ തമ്മിൽ തെറ്റിക്കാനല്ലേ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയാൻ എന്തെല്ലാം അസംബന്ധങ്ങൾ. ബജറ്റ് വന്നു, ഞാൻ വിശദീകരിക്കുന്ന ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ വയനാട്ടിൽ ഒരു മഹാദുരന്തം നടന്നു. ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങി, ഗവൺമെന്റിന്റെ പൈസയുമല്ല, ഈ പണം വിനിയോഗിക്കുന്ന കാര്യമാണ് 700 കോടിയുടെ പ്രോജക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം മാത്രം ചോദിക്കാം നിങ്ങളോട്, എത്രയാണ് ആ വീടുണ്ടാക്കാൻ നിങ്ങൾ ചെലവഴിക്കുന്ന പൈസ? നമ്മുടെ നാട്ടിൽ ഈ പഞ്ചായത്തിലെ ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മെമ്പർമാരും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ലൈഫ് പദ്ധതിക്ക് എത്രയാണ് ഈ പഞ്ചായത്ത് കൊടുക്കുന്നത്? നിങ്ങളുടെ വീടുണ്ടാക്കണം അല്ലേ? ആ വീടിന് നിങ്ങളുടെ അധ്വാനം കോൺട്രിബ്യൂഷനായി ഉപയോഗിക്കണം. നിങ്ങളുടെ വീട് നിങ്ങൾ ഉണ്ടാക്കാൻ പഞ്ചായത്ത് എത്ര തരും? 1000 രൂപ സ്ക്വയർ ഫീറ്റിന്. എന്നാൽ ഇതേ സർക്കാർ വയനാട്ടിലെ ദുരിതാശ്വാസ പദ്ധതിയിൽ വീട് വെക്കാൻ കൊടുക്കുന്നത് 3000 രൂപ. കൊടുക്കുന്നതല്ല,
കൊടുക്കുന്നതല്ല, സർക്കാർ വീട് വെക്കും. ആര്? ഊരാലുങ്കൽ. ഈ ഊരാലുങ്കൽ ആരാണ്? പിണറായി വിജയൻ അടക്കമുള്ള രാജ്യത്തിലെ രാഷ്ട്രീയക്കാരന്റെ ബിനാമി കേന്ദ്രമാണ്. ഊരാലുങ്കൽ എന്ന് പറയുന്ന CPM നേതൃത്വം കൊടുക്കുന്ന അവരുടെ വെള്ളാനയാണ്. ആ ഊരാലുങ്കൽ വീടെടുക്കുമ്പോ സ്ക്വയർ ഫീറ്റിന് 3000. ഈ നാട്ടിലെ പാവം വീടെടുക്കുമ്പോ സ്ക്വയർ ഫീറ്റിന് 1000 റുപ്യ. അതങ്ങനെ എനിക്ക് മനസ്സിലായില്ല. നമുക്ക് പൈസ കിട്ടിയ നമ്മളല്ലേ നമ്മളെ വീട് നന്നാക്കി എടുക്കുക? നാട്ടുകാർ വന്ന് നന്നാക്കി എടുക്കുവോ? എന്റെ വീട് ഞാൻ എടുക്കുമ്പോ സ്ക്വയർ ഫീറ്റിന് 1000, എന്നാലോ എന്റെ വീട് നാട്ടുകാർ എടുക്കുമ്പോ സ്ക്വയർ ഫീറ്റിന് 3000. ഇതെന്ത് ന്യായമാണോ? ഇനി വേറെ ഞാൻ ചോദിക്കട്ടെ, സർക്കാർ വീടെടുക്കുമ്പോ നമ്മൾ വീടെടുക്കാൻ എന്തെല്ലാം പ്രശ്നമുണ്ട്? ഒരു പൈപ്പ് ലൈന് പൈസ കൊടുക്കണം, കറണ്ടിന് പൈസ കൊടുക്കണം, റോഡ് ഉണ്ടായെങ്കിൽ അതിന്റെ വേറെ പൈസ ചെലവാക്കണം, ഒരു വീടിന്റെ പെർമിഷൻ കിട്ടാൻ പൈസ കൊടുക്കണം, അതിന്റെ ഓരോ ഘട്ടത്തിലും പഞ്ചായത്തിലും വില്ലേജിൽ കയറി ഇറങ്ങണം. സർക്കാർ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും വേണ്ടല്ലോ. കറണ്ടിന്റെ പ്രശ്നമില്ല, വെള്ളത്തിന്റെ പ്രശ്നമില്ല, റോഡിന്റെ പ്രശ്നമില്ല, ഫീസിന്റെ പ്രശ്നമില്ല. എന്നിട്ടും എന്തോ സ്ക്വയർ ഫീറ്റിന് 3000. വയനാട് ഒരു ദുരന്താണ്. നിങ്ങൾ പറയോ, ഓ ദുരന്തം മിണ്ടരുത്, ഇത് ഫാക്ഷിസ്റ്റുകളുടെ സ്വഭാവമാണ്. എന്തേ ദുരന്തം ഉണ്ടായ മനുഷ്യന്റെ വായടപ്പിയ. പക്ഷെ ഞങ്ങൾ പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏത് ദുരന്തമുഖത്തും വന്ന് കത്ത് തിന്നുന്ന ഒരു സർക്കാർ ഉള്ളിടത്തോളം കാലം ജാഗ്രതയോടെ പറയാതിരുന്നുകൂടാ. അതുകൊണ്ട് പറയും, നിങ്ങൾ കൊറോണ വന്നപ്പോ PP കിറ്റ് അടിച്ചു മാറ്റുമ്പോ ചരക്കുകളാണ്, പിന്നെ നിങ്ങൾക്ക് എന്ത് വയനാട് ദുരന്തം വന്നിരിക്കുന്നു? അവിടെയും ഗവൺമെന്റിന്റെ കള്ളപ്പണം വിനിയോഗിക്കുന്ന, ഗവൺമെന്റിനെ അല്ല CPM നേതാക്കന്മാരുടെ കള്ളപ്പണം വിനിയോഗിക്കുന്ന ഊരാലുങ്കലിനെ തന്നെ വെക്കുകയും കോടികൾ വെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ജാഗ്രതയോടെ ഞങ്ങൾ പിറകിൽ ഉണ്ടാകുമെന്ന് മാത്രമേ ഞാൻ അതിനെ കുറിച്ച് പറയുള്ളൂ. ഞാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറയുന്നത്, ജാഗ്രതയോടെ രാഷ്ട്രീയത്തെ കൃത്യമായി വിലയിരുത്തി പരിശോധിച്ചു ഈ നാട്ടിന്റെ പുരോഗമനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തിക്കാനുള്ള കേന്ദ്രമായി നിങ്ങളുടെ ഓഫീസിനെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ സുഹൃത്ത് നവാസ് നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെയുണ്ട്. ഞാൻ ദീർഘിച്ചെങ്കിലും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. കീഴ്മാടിലെ സ്നേഹസമ്പന്നരായ ജനങ്ങൾ ഒരുമിച്ചുകൊണ്ട് കീഴ്മാട് ശാഖ മുസ്ലിം ലീഗ് നൽകുന്ന സ്നേഹാദരം സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട KM ഷാഹിദ് സാഹിബിനെയും അത് നൽകുന്നതിന് വേണ്ടി നിയോജക മണ്ഡലത്തിലെ നിഷേധനായ മരക്കാരൻ ബഹുമാനപ്പെട്ട മൂസ മൗലവി സാഹിബിനെയും ഈ ഹരിതാപമായ സദസ്സിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.